ഇന്ന് കോറൽ ഡ്രോ ട്യൂട്ടോറിയലിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. ഇന്നത്തെ പഠനഭാഗത്തിൽ കുറച്ച് ടൂളുകൾ, കോറൽ ഡ്രോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകൾ പഠിക്കാം. ഓരോ ടൂളിൻ്റെയും പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ബാർ, ഈ പ്രോപ്പർട്ടി ബാറിൽ സാധാരണ കാണുന്ന പ്രോപ്പർട്ടീസ്, അതുപോലെ ഓരോ ടൂളുകൾ മാറുന്നതിനനുസൃതമായി അതത് ടൂളിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് വരുന്നത്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ബാർ ഇവിടെ കാണാവുന്നതാണ്. സാധാരണയായി പ്രത്യേകിച്ച് ടൂൾസൊന്നും സെലക്ട് ചെയ്യാതിരിക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി ബാർ കാണിക്കുന്നത് നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഡോക്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പബ്ലിക്കേഷന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന, ഗ്രാഫിക്സിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ പേജിൻ്റെ മെഷർമെൻറ്റ്സും അതുപോലെ ഓറിയൻറ്റേഷനും മറ്റുമാണ്. അതായത് ഡിഫോൾട്ടായി കോറൽ ഡ്രോയിൽ നമ്മൾ പുതിയൊരു ഫയൽ എടുക്കുമ്പോൾ വരുന്ന പേപ്പർ സൈസ് എന്ന് പറയുന്നത് ലെറ്റർ പേപ്പർ സൈസ് ആയിരിക്കും. അതിൻ്റെ മെഷർമെൻറ്റ് വിഡ്ത്ത് വൈസ് 8.5 ഇഞ്ച്, ഹൈറ്റ് വൈസ് 11 ഇഞ്ചസ്, അതായത് 8.5 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവുമുള്ള ഒരു പേപ്പറാണ്. ലെറ്റർ എന്ന് പറയുന്ന സൈസിലുള്ള ഒരു പേപ്പറാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഗ്രാഫിക്സിൻ്റെ ആവശ്യമനുസരിച്ച്, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെൻ്റ് എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളതനുസരിച്ച് ആവശ്യാനുസരണം നമുക്ക് ഇതിൻ്റെ പേജ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്, വിവിധ തരത്തിലുള്ള പേപ്പർ സൈസുകൾ കാണിക്കുന്നത്. ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ്, അങ്ങനെ താഴേക്ക് നിരവധി തരത്തിലുള്ള പേപ്പർ സൈസുകൾ കാണാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ, A4, A3, അങ്ങനെ വിവിധ തരത്തിലുള്ള പേപ്പർ സൈസുകൾ ഉപയോഗിക്കാറുണ്ട് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച്. നമ്മളിവിടെ നിന്ന് ഒരു പേപ്പർ സൈസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു പേപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ സൈസ് അതുപോലെ തന്നെ മാറുന്നുണ്ട്. അതായത് നമ്മൾ ഏത് പേപ്പറാണോ സെലക്ട് ചെയ്തത് അതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള സൈസ് നമുക്കിവിടെ കാണിക്കും. ഇനി അത് മാത്രമല്ല, നമുക്ക് ഇതല്ലാതെ, ഇതിൽ കാണുന്ന സൈസ് അല്ലാതെ നമുക്ക് ഇഷ്ടപ്രകാരമുള്ള ഒരു സൈസ് സെറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഈ കസ്റ്റം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ അളവുകൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 8.5 ഇഞ്ച് എന്നുള്ളത് നമ്മൾ വേറെ ഒരു അളവാണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കസ്റ്റമായിട്ട് ഇവിടെ മാറി, മാത്രമല്ല ഈ പേപ്പറിൻ്റെ സൈസ് നമ്മൾ എങ്ങനെയാണോ മാറ്റുന്നത് ആ സൈസിലേക്ക് മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു 8 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതിയുള്ള ഒരു പേപ്പറാണ് നമുക്ക് വേണ്ടതെങ്കിൽ, പേജ് സെറ്റപ്പാണ് വേണ്ടതെങ്കിൽ 8 ഇവിടെ കൊടുക്കുക. ഇവിടെയും ഇതുപോലെ തന്നെ 8 കൊടുത്താൽ നമുക്ക് ആ സമചതുരത്തിലുള്ള 8 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതിയുള്ള ഒരു പേപ്പറായിരിക്കും നമുക്ക് കിട്ടാം. പഴയ പോലെ നമുക്ക് മുമ്പ് തന്നിരിക്കുന്ന ലെറ്റർ സൈസ് മതിയെങ്കിൽ സെലക്ട് ചെയ്യുക, ലെറ്റർ സൈസ് വന്നിരിക്കും. അതുപോലെ അടുത്തതായിട്ട് കാണുന്ന പേപ്പറിൻ്റെ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ പേജ് ഓറിയൻറ്റേഷൻ എന്ന് പറയാൻ പറ്റും. അത് രണ്ട് തരത്തിലുള്ള ഓറിയൻറ്റേഷനാണ് പറയുന്നത്, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്. ഈ പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് വൈസ്, പേപ്പർ അല്ലെങ്കിൽ പേജ് സെറ്റ് ചെയ്യുന്ന ഹൈറ്റ് വൈസ് ആണ്. അതായത് ഹൈറ്റ് കൂടുതൽ, വിഡ്ത്ത് കുറവായിട്ട് ഹൈറ്റ് വൈസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഈ പേപ്പറിൻ്റെ കാര്യത്തിൽ, ഈ പേജിൻ്റെ കാര്യത്തിൽ ഇവിടെ 11 ഇഞ്ചസും ഇവിടെ 8.5 ഇഞ്ചസും ആയിരിക്കും. നേരെ മറിച്ച് നമുക്കിത് തിരിച്ച ഒരു രീതിയിൽ, അതായത് വിഡ്ത്ത് വൈസ് കാണണമെങ്കിൽ, അല്ലെങ്കിൽ വിഡ്ത്ത് വൈസ് നമുക്ക് പേജ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ലാൻഡ്സ്കേപ്പ് ഓപ്ഷൻ ഉണ്ട്, ലാൻഡ്സ്കേപ്പ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 11 ഇഞ്ചും ഇങ്ങോട്ട് 8.5 ഇഞ്ചും ആയിരിക്കും വരിക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹൈറ്റ് വൈസ് ആണോ വിഡ്ത്ത് വൈസ് ആണോ, അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിലാണോ വേണ്ടത്, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിലാണോ വേണ്ടത്, നമുക്ക് ആ ഓറിയൻറ്റേഷൻ ആവശ്യാനുസരണം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഇഞ്ചിലാണ്, നമുക്കിവിടെ റൂളർ കാണാം, റൂളറിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇഞ്ചിലാണ് ആ റൂളർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ അളവ് യൂണിറ്റ് ഇഞ്ചിലാണ് കിടക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണോ, അതായത് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇഞ്ചിൽ, മില്ലിമീറ്ററിൽ, അതുപോലെ വിവിധ തരത്തിലുള്ള അളവുകളിൽ നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണാം ഇഞ്ച്, മില്ലിമീറ്റർ, അങ്ങനെ വിവിധ തരത്തിലുള്ള യൂണിറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള യൂണിറ്റ് സെലക്ട് ചെയ്യുക. ആ യൂണിറ്റിലേക്ക് നമുക്ക് നിലവിലുള്ള ആ അതേ അളവുകൾ തന്നെ ആ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും.
അതായത് ഇപ്പോൾ 1 ഇഞ്ച് എന്നുള്ളത് എത്ര സെൻറ്റിമീറ്റർ ആണോ വരുന്നത് അതുപോലെ അങ്ങോട്ട് അങ്ങനെ മാറിക്കോളും. കൃത്യമായിട്ട് നമുക്ക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ, ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് തന്നെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇവിടെ ആ അളവ് നേരത്തെ 8.5 ഇഞ്ചായിരുന്നു, അത് 215.9 മില്ലിമീറ്ററായി. അതുപോലെ ഇവിടെ താഴെ 11 ഇഞ്ചായിരുന്നു, അത് 279.4 മില്ലിമീറ്ററായി. അപ്പോൾ അളവിൽ വ്യത്യാസമില്ല, പകരം നിലവിലുള്ള ഏത് യൂണിറ്റിലാണോ നമ്മൾ ആ അളവ് പറഞ്ഞിരിക്കുന്നത് ആ യൂണിറ്റ് മാത്രം മാറുന്നു. അപ്പോൾ തത്തുല്യമായിട്ടുള്ള മറ്റ് യൂണിറ്റിലെ അതേ അളവ് തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി അതിനടുത്തായിട്ട് കാണുന്നത് നമുക്ക് ഒരു നഡ്ജ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ നഡ്ജ് ഓഫ്സെറ്റ് അതും ഒരു അളവാണ്. അതായത് നമ്മുടെ ഈ പേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കോറലിലെ ഈ ഡ്രോയിങ്ങിൽ നമ്മളെന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ, ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെയുള്ള ടൂൾസ് പലതും ഉപയോഗിക്കേണ്ടി വരാം. അതിൽ തന്നെ നമുക്ക് റെക്റ്റാങ്കിൾ, ഓവൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ എന്ത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പേജിനകത്ത് ഇത് പ്ലേസ് ചെയ്തിട്ട് അതിനെ അല്പാൽപമായിട്ട് മൂവ് ചെയ്യണം, നീക്കണം. ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് നീക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഈ പിക് ടൂൾ ഉപയോഗിക്കുന്നു. നിലവിൽ ഈ ടൂൾ ബോക്സിൽ ആദ്യമായിട്ട് കാണുന്ന ടൂൾ പിക് ടൂൾ ഉപയോഗിക്കുന്നു. ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, അതിനെ മൂവ് ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മളൊരു ഉദാഹരണത്തിനൊരു റെക്റ്റാങ്കിൾ വരച്ചു, അതിനെ നമ്മൾ പിക് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യാനുസരണം മൂവ് ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നു. അതിന് പകരം അതിനെ വളരെ കുറച്ച് അല്പാൽപമായിട്ട് മൂവ് ചെയ്യണം എങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ആരോ കീ, അതായത് കീബോർഡിലെ റൈറ്റ് ആരോ, ലെഫ്റ്റ് ആരോ, അപ്പ് ആരോ, ഡൗൺ ആരോ, അങ്ങനെ 4 ആരോ കീസിൽ ആവശ്യമായിട്ടുള്ള ആരോ കീ ഉപയോഗിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം റൈറ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്ക് ഒരു നിശ്ചിത ദൂരം നീങ്ങുന്നുണ്ട്. വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വീണ്ടും നിശ്ചിത ദൂരം, വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ അത്ര തന്നെ. ഇതുപോലെ തന്നെ താഴേക്ക് ഡൗൺ ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിശ്ചിത ദൂരം താഴേക്ക് നീങ്ങും. ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിശ്ചിത ദൂരം ലെഫ്റ്റിലേക്ക്, അപ്പ് ആരോ ആണെങ്കിൽ മുകളിലേക്ക്. ഈ ആരോ കീ ഉപയോഗിച്ച് നമ്മൾ ഈ പ്രകാരം മൂവ് ചെയ്യുന്ന സമയത്ത് അത് നീങ്ങുന്ന ആ ദൂരം, അതാണ് നമ്മളിവിടെ പറയുന്ന ആ നഡ്ജ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 0.1 ഇഞ്ചാണ് നിലവിൽ നഡ്ജ് ഓഫ്സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ മാറ്റിയിട്ട് ഒരു 1 ഇഞ്ച് സെറ്റ് ചെയ്ത് നിർത്തുക. 1 ഇഞ്ചാക്കിയിട്ട് സെറ്റ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ നഡ്ജ് ഓഫ്സെറ്റ് കിടക്കുന്നത് 1 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിനെ തന്നെ സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ആരോ കീ പ്രസ് ചെയ്ത് നോക്കാം. റൈറ്റിലേക്ക് പ്രസ് ചെയ്യാം. അത് നേരത്തേക്കാൾ കൂടുതൽ ദൂരം, അതായത് 1 ഇഞ്ച് നീങ്ങി. നേരത്തെ 0.1 ഇഞ്ചായിരുന്നു, ഇപ്പോൾ 1 ഇഞ്ച് നീങ്ങി. അതുപോലെ ലെഫ്റ്റിലേക്കാണെങ്കിൽ അത്ര തന്നെ, താഴേക്ക് അതുപോലെ, മുകളിലേക്ക് അതുപോലെ. ഒന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഇത് 1 ഇഞ്ച് എന്നുള്ള മാറ്റി ഒരു 3 ഇഞ്ചസ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, റൈറ്റ്. അത് നീങ്ങിപ്പോകുന്ന ദൂരം കൂടി, അതായത് ഇപ്പോൾ 3 ഇഞ്ച് വീതമാണ് നീങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഈ നഡ്ജ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ നമുക്കൊരു നിശ്ചിത ദൂരം മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പിംഗ് പൊസിഷനായിട്ട് പറയുന്നതാണ് ആ നഡ്ജ് ഓഫ്സെറ്റ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു സാധാരണ ചെറിയ ദൂരങ്ങളാണ് എപ്പോഴും പോകേണ്ടി വരികയുള്ളൂ എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 0.1 തന്നെ മതി, 0.1 ഇഞ്ച് മതി. ഇനി അതുപോലെ അത് മില്ലിമീറ്ററിലോ അല്ലെങ്കിൽ മറ്റളവുകളിലാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം ആ ഒബ്ജക്റ്റിനെ ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്റ്റൻസ് ആണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റിനെ കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ ടെക്സ്റ്റോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഗ്രാഫിക്കോ അതിൻ്റെ കോപ്പി, നമുക്ക് ഒന്നിലധികം കോപ്പികൾ നമ്മുടെ പേജിനകത്ത് വേണമെങ്കിൽ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് കൂടുതൽ കോപ്പി വരുമ്പോൾ ഡയറക്റ്റ് നമുക്ക് കോപ്പി പേസ്റ്റ് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടി കോറൽ ഡ്രോയിൽ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്ന, അതായത് ആ കോപ്പി പേസ്റ്റ് ആയിട്ട് വരുന്ന പുതിയ ഓബ്ജക്റ്റ് നിൽക്കുന്ന ദൂരമാണ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്റ്റൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓബ്ജക്റ്റിനെ, അതായത് ഈ റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്ത് വെച്ചു. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള കമാൻഡ് നിൽക്കുന്നത് നമ്മുടെ എഡിറ്റ് മെനുവിലാണ്. എഡിറ്റ് മെനു ക്ലിക്ക് ചെയ്യുക, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള കമാൻഡ്, ഈ ഡ്യൂപ്ലിക്കേറ്റ് കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിലവിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, തനി പകർപ്പൊരെണ്ണം ഉണ്ടാവുന്നു. ഇപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിളാണ് വരച്ച് വെച്ചിരിക്കുന്നത്, റെക്റ്റാങ്കിളോ ഓവലോ അതുപോലെ വേറെ എന്ത് ഒബ്ജക്റ്റും ആയിക്കോട്ടെ അതിൻ്റെ അതുപോലെ തന്നെയുള്ള ഒരു പകർപ്പ് നമുക്ക് അവിടെ തന്നെ കിട്ടും.
അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അതേ കോപ്പി കിട്ടിയിട്ടുണ്ട്. ഇതൊരു കളേർഡ് ഒബ്ജക്റ്റ് ആയിരുന്നുവെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു കളറുള്ള ഒബ്ജക്റ്റ് ആയിരുന്നുവെങ്കിൽ അതേ കളറോടും അതേ ഫോർമാറ്റ്സ് നമുക്ക് എന്തൊക്കെയാണോ അതിൻ്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ പ്രോപ്പർട്ടീസിനോട് കൂടിയാണ് നമുക്ക് പുതിയതായിട്ടുള്ള ആ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ തനി പകർപ്പ് കിട്ടുന്നത്. വീണ്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത കോപ്പി കിട്ടി. ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തപ്പോൾ പിന്നെ സെലക്ഷൻ ഇതിലേക്ക് മാറി. രണ്ടാമത്തെ ഒബ്ജക്റ്റിലാണ് സെലക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത്, വീണ്ടും അടുത്ത ഒബ്ജക്റ്റിലാണ് സെലക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം സെലക്ഷൻ നിൽക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടും. ഇത് നീങ്ങി വരുന്നത്, അതായത് ഒബ്ജക്റ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമ്പോൾ 0.25 ഇഞ്ചസ് മുകളിലേക്കും 0.25 ഇഞ്ചസ് അതേ അളവ് തന്നെ റൈറ്റിലേക്കും വലത്തോട്ടുമാണ് വരുന്നത്. ഇത് നമുക്ക് വലത്തോട്ട് മാത്രം മതി എന്ന് കരുതുക, മുകളിലേക്ക് പോകണ്ട. അതായത് അതിൻ്റെ കോപ്പി മുകളിലേക്ക് പോകണ്ട എന്ന് കരുതുക. ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്നില്ല, റൈറ്റിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അതായത് ഇത് Y ആക്സിസിൽ മൂവ് ചെയ്യുന്നില്ല, പകരം X ആക്സിസിൽ മാത്രമേ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടേണ്ടതുള്ളൂ. എങ്കിൽ നമുക്കിതൊരെണ്ണം 0 ആക്കി വയ്ക്കാം. ഇത് 0.25 തന്നെ കിടക്കട്ടെ. ഇവിടെ Y ആക്സിസ് നമ്മൾ 0 കൊടുത്തു. Y ആക്സിസ് 0 കൊടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ട ഒബ്ജക്റ്റ് എന്താണോ അത് സെലക്ട് ചെയ്തു. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള കമാൻഡ് അപ്ലൈ ചെയ്തു. ഇപ്പോൾ കോപ്പി വന്നിട്ടുണ്ട്. ആ കോപ്പി വന്നിരിക്കുന്നത് വലത്തോട്ട് 0.25 ഇഞ്ചസ് മാറി മാത്രമാണ്, മുകളിലേക്ക് നീങ്ങിയിട്ടില്ല. അതായത് മുകളിലേക്കുള്ള ഈ Y ആക്സിസിൽ നമ്മൾ മൂവ് ചെയ്യേണ്ട ദൂരം 0 ആണ്, അതായത് 0 കൊടുത്തത്. അപ്പോൾ വീണ്ടും നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇതുപോലെ കൊടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു, അതിൻ്റെ കോപ്പി കിട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് വരേണ്ടതിൻ്റെ ദൂരമാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം കൊണ്ട് നോക്കാം. ഇവിടെ രണ്ടും 0 തന്നെ കൊടുത്തു. ഇനി ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു, വീണ്ടും എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. അങ്ങനെ പല തവണ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കമാൻഡ് കൊടുത്തു. അവിടെ ഒന്നും സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വരുന്നുണ്ട്, അതായത് അതിൻ്റെ തനി പകർപ്പ് വരുന്നുണ്ട്. അത് അതേ പൊസിഷനിൽ തന്നെ, അതായത് നമ്മൾ എവിടെയാണോ ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നിൽക്കുന്നത് ആ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റിൻ്റെ X ആക്സിസ് Y ആക്സിസ് അത് എവിടെയൊക്കെയാണോ അവിടെ തന്നെ വെച്ചിട്ടാണ് പുതിയ പുതിയ ഓബ്ജക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് പുറത്തേക്ക് മൂവ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഓബ്ജക്റ്റുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അതിന് മുകളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ ഒന്നിന് മുകളിലായതുകൊണ്ട് അത് ഒറ്റ ഒബ്ജക്റ്റ് പോലെ തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു ഉദാഹരണം കൂടെ നോക്കാം. നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് സെറ്റ് ചെയ്യാനുള്ള ദൂരം ഇവിടെ ഒരു 1 ഇഞ്ച് കൊടുത്തു, ഇവിടെയും അതുപോലെ 1 ഇഞ്ച് കൊടുത്തു. അങ്ങനെ സെറ്റ് ചെയ്തു. നമുക്ക് ആവശ്യമില്ലാത്ത ഓബ്ജക്റ്റിനൊക്കെ സ്ക്രീനിൽ നിന്ന് മാച്ച് കളഞ്ഞു. ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റിനെ സ്ക്രീനിൽ നിന്ന് മാച്ച് കളഞ്ഞു. ഇതിന് ശേഷം ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നുണ്ട്. നമ്മൾ ഓഫ്സെറ്റ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫ്സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് 1 ഇഞ്ച് വീതമാണ്. ഇനി എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കമാൻഡ് കൊടുത്തു. 1 ഇഞ്ച് വലത്തോട്ടും 1 ഇഞ്ച് മുകളിലേക്ക് നീങ്ങിയിട്ട് അടുത്ത ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. 1 ഇഞ്ച് വലത്തോട്ടും 1 ഇഞ്ച് മുകളിലേക്കും. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ദൂരം ക്രമീകരിക്കാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്റ്റൻസ് സാധാരണ പോലെ പഴയ പോലെ മതിയെങ്കിൽ 0.25, ഇവിടെയും 0.25 സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്രകാരം നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഏത് ഒബ്ജക്റ്റിനെയും നമുക്ക് സ്ക്രീനിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയതാണ്. നമുക്കൊരു ഒബ്ജക്റ്റുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചു, ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ഓവൽ, ഒരു വൃത്തം വരച്ചു. ഇനി ഒരു പോളിഗൺ, ഇതുപോലൊരു പെൻറ്റാഗൺ, 5 ഭാഗമുള്ള 5 വശങ്ങളുള്ള ഒരു ഒബ്ജക്റ്റ് വരച്ചു. അപ്പോൾ ഈ വശങ്ങളുടെ എണ്ണമൊക്കെ നമുക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇതുപോലെ ഒന്നിലധികം ഒബ്ജക്റ്റ് വരച്ചു. നമുക്ക് എന്തെങ്കിലും ഓബ്ജക്റ്റിനെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ സൈസ് കൂട്ടുക കുറയ്ക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പിക്ക് ടൂൾ ബോക്സിൽ ആദ്യത്തെ ടൂൾ പിക്ക് ടൂൾ. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിക്ക് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഒബ്ജക്റ്റാണോ സെലക്ട് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനെ നമുക്ക് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ സൈസ് ചെയ്യാം. ഹൈറ്റ് വൈസ് സൈസ് കൂട്ടാം, സൈസ് കുറയ്ക്കാം, വിഡ്ത്ത് കൂട്ടാം, വിഡ്ത്ത് കുറയ്ക്കാം. ഇതുപോലെ തന്നെ കോർണറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത്
നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ ഹാൻഡിൽസ് കാണാൻ പറ്റും. നമുക്കത് ഉപയോഗിച്ചിട്ട് ഈ കോർണറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൈസ് വീണ്ടും ഇതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഓവലിനെയും ഇതേ കാര്യം തന്നെ സൈസ് കൂട്ടാം കുറയ്ക്കാം. അത് വിഡ്ത്ത് വൈസോ ഹൈറ്റ് വൈസോ എല്ലാം ചെയ്യാൻ പറ്റും. ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം, അതായത് പിക് ടൂളിൻ്റെ. ഇനി അതിൻ്റെ നമുക്ക് അടുത്ത ഓപ്ഷൻസ്, അതായത് ഇത് മൂവ് ചെയ്യാനും പറ്റും ഇത് ഉപയോഗിച്ചിട്ട്. ഇനി അടുത്ത ഓപ്ഷൻസ് ഇപ്പോൾ ഇത് തന്നെ സെലക്ട് ചെയ്തു. നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി അതിൻ്റെ ഈ സെലക്ഷൻ ഹാൻഡിൽസിൻ്റെ അടുത്തായിട്ട് പുറമേ നമ്മൾ ഒരു ബ്ലാക്ക് കളറിൽ, അതായത് ബ്ലാക്ക് സ്ക്വയറായിട്ടാണ് എൻ്റെ സെലക്ഷൻ കാണിക്കുന്നത്. അതിനടുത്ത് സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ഒരു സെലക്ഷൻ പോയിൻ്റ് കൂടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിർത്തുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കതിനെ ഇപ്രകാരം അതിൻ്റെ ഷേപ്പ് കോർണർ നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് സാധാരണ പോലെ സെലക്ട് ചെയ്ത് വെച്ചു, കോർണറിലുള്ള ആ സെലക്ഷൻ പോയിൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ സെലക്ഷൻ പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിനെ ഇപ്രകാരം ഷേപ്പ് മാറ്റാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളായിരുന്നു, അതിൻ്റെ കോർണറൊക്കെ റൗണ്ടഡായി, റൗണ്ടഡ് റെക്റ്റാങ്കിളായിട്ട് മാറി. വീണ്ടും നമുക്ക് പഴയ പോലെ ആക്കാം, പ്രകാരം ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ആ ഒരു പോയിന്റിൽ മാത്രം സെലക്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ജനറലായിട്ട് ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലാ കോർണറും ഒരുമിച്ച് മാറി. ഇനി ഒരു പോയിൻ്റ് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രം ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് സെലക്ട് ചെയ്തു ഇപ്രകാരം ഒരു പോയിന്റിൽ മാത്രം വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് മാത്രം റൗണ്ടായി, മറ്റുള്ള ഭാഗങ്ങൾ പഴയ പോലെയായി. ഇപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഒബ്ജക്റ്റിനും ചെയ്യാൻ പറ്റും. പിക് ടൂൾ ഉപയോഗിച്ച് ഈ ഓവലിനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ വൃത്തം, അതായത് എലിപ്സ്, അതിനെ സെലക്ട് ചെയ്തു. അതിലും ഇതുപോലെ തന്നെ ഇവിടെ ഒരു സെലക്ഷൻ പോയിൻ്റ് കാണാം. അത് ഉപയോഗിച്ച് നമുക്ക് ഇപ്രകാരം നമുക്ക് അതിൻ്റെ ഷേപ്പ് ഇപ്പോൾ കണ്ടില്ലേ ഇപ്രകാരം മാറ്റാൻ പറ്റും. ഇനി ഈ ഒബ്ജക്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഈ പോയിൻ്റ് ഉണ്ട്, നമുക്ക് ആ പോയിൻ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. ഉള്ളിലേക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരച്ച് അതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് കൂടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. റെക്റ്റാങ്കിൾ വരച്ചു, അതേപോലെ തന്നെ ഒരു ഈ പിക് ടൂൾ എടുത്തു, അതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിനകത്ത് വീണ്ടും ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, സെലക്റ്റായി. വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സെലക്ഷൻ ഹാൻഡിൽസിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ സെലക്ഷൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയോ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് ഒരു പാരലലോഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഹൊറിസോണ്ടലി അതിൻ്റെ സൈഡ് ടിൽറ്റ് ആവുകയാണ് ചെയ്തത്. ഒരു സാമാന്തരികം രൂപത്തിലേക്ക് അത് മാറി. അതായത് ആ ചതുരം മുമ്പുണ്ടായിരുന്ന ആ ചതുരം രൂപത്തിൽ നിന്നും ഒരു സാമാന്തരിക രൂപത്തിലേക്ക്, അതായത് ആ റെക്റ്റാങ്കിൾ ഒരു പാരലലോഗ്രാമിലേക്ക് അല്ലെങ്കിൽ പാരലലോഗ്രാമിൻ്റെ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തിരശ്ചീനമായിട്ട് ഇത് നമ്മൾ മൂവ് ചെയ്തപ്പോഴാണ്. വീണ്ടും ഇതിനെ നമുക്ക് പഴയ പോലെ ആക്കാം. ഇനി അത് ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ആക്കാം, വീണ്ടും വേണമെങ്കിൽ മിഡിലേക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് നമുക്ക് ആവശ്യാനുസരണം മാറ്റാൻ പറ്റും. ഇത് ഹൊറിസോണ്ടലി തിരശ്ചീനമായിട്ടാണ് ചെയ്തത്. ലംബമായിട്ടും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അതിന് ഈ വലതുവശത്തോ ഇടതുവശത്തോ കാണുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്താൽ മതി. അതേപടി തന്നെ നമുക്ക് വെർട്ടിക്കലി, അതായത് ലംബമായിട്ടും അതിനെ ഒരു പാരലോഗ്രാമായിട്ട് അല്ലെങ്കിൽ ഒരു സാമാന്തരികമായിട്ട് മാറ്റാൻ പറ്റും. ഇതുപോലെ ഈ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, അതിനെ തിരിക്കണമെങ്കിൽ, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ റൊട്ടേറ്റ് ടൂളുണ്ട്. അതായത് ഈ പിക് ടൂൾ തന്നെ അതിൻ്റെ ആ സെലക്ഷൻ ഹാൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് തിരിക്കുകയാണെങ്കിൽ ഈ ഓബ്ജക്റ്റ് നിലവിൽ നിൽക്കുന്ന ആ ഷേപ്പിൽ നിന്നുകൊണ്ട് തന്നെ അത് റൊട്ടേറ്റ് തിരിഞ്ഞു, ആ സ്ക്രീനിലത് തിരിഞ്ഞു. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഈ ഒബ്ജക്റ്റുകളെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഇതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് ചെയ്യാം. ഇപ്പോൾ പിക് ടൂൾ ഉപയോഗിച്ച് നേരിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്തത്. ഒന്നുകൂടെ നോക്കാം. അതായത് ഒരു റെക്റ്റാങ്കിൾ എടുത്തു. നേരത്തെ നമ്മൾ കളറൊന്നും കൊടുക്കാത്ത റെക്റ്റാങ്കിൾ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കളർ കൊടുത്തിട്ടൊരു റെക്റ്റാങ്കിൾ എടുക്കാം. കളർ കൊടുത്തു. ഇതുപോലെ തന്നെ ഈ പിക് ടൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്തു. അതിനെ നമുക്ക് ഇപ്രകാരം മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് ഷേപ്പിലേക്ക് മാറ്റാം, റൊട്ടേറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്കൊരു എലിപ്സ് ടൂൾ, അതായത് നമുക്കൊരു വൃത്തം, ഒരു ഓവൽ വരച്ചിട്ട് എലിപ്സ് വരച്ചിട്ട് ഇതുപോലെ നമ്മളൊരു കളർ ഫില്ല് ചെയ്തു. എന്തെങ്കിലും ഒരു കളർ ഫില്ല് ചെയ്തിട്ട് പിക് ടൂൾ ഉപയോഗിച്ചു. ഇതേ കമാൻഡ് തന്നെ നമ്മൾ ചെയ്യുന്നു. നേരത്തെ കളറില്ലായിരുന്നു, അപ്പോൾ കളർ ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് വ്യക്തമായിട്ടും അത് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ കളറില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇപ്പോൾ കളർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ഷേപ്പൊക്കെ മാറ്റുമ്പോൾ അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഒബ്ജക്റ്റ്
ഇതുപോലെ പല ഷേപ്പിൽ നമുക്ക് മാറ്റേണ്ടി വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് ആവശ്യാനുസരണം ഏത് രൂപമാണോ വേണ്ടത് ആ രൂപം നമുക്ക് ഇവിടെ നിന്ന് നിർമ്മിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ അടുത്ത ഒബ്ജക്റ്റ് ഒരു പോളിഗൺ എടുത്തു. പോളിഗൺ നമ്മളൊരു കളർ ഫില്ല് ചെയ്തു. ഏതെങ്കിലും ഒരു കളർ ഫില്ല് ചെയ്തു. ഈ കളർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിക് ടൂൾ ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് ഇതുപോലെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് വിവിധ ഓബ്ജക്റ്റുകൾ, പിന്നെ ഇതുപോലെ തന്നെ പിക് ടൂൾ ഉപയോഗിച്ച് ഒന്നിലധികം ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ എല്ലാ ഓബ്ജക്റ്റും ഉൾപ്പെടത്തക്ക വിധത്തിൽ സ്ക്രീനിൽ ഡ്രാഗ് ചെയ്തുപോലെ സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഓബ്ജക്റ്റുകളെ മുഴുവനായിട്ടും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി മായ്ച്ചു കളയാൻ സാധാരണ പോലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക, മാഞ്ഞു പോയിക്കോളും. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ഈ കോറൽ ഡ്രോയിൽ പരിശീലിക്കുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.